ഉള്ളി നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കണം. ആദ്യം നമ്മളൊന്ന് വെച്ചു, കുറച്ച് സ്വല്പം ഉപ്പിടുന്നു, കുറച്ചൊക്കെ ഉള്ളി കുറച്ചുണ്ട്. നമ്മൾ സ്പെഷ്യൽ ചിക്കനാണ്. ഇട്ടു കുറച്ച് വെളിച്ചെണ്ണ. ഓക്കെ, കുറച്ചായി വെളിച്ചെണ്ണ, കുറച്ചായി അതിന് മുന്നേ കുറച്ചായിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇത് കഴുകി വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ എടുത്തു കണ്ടോ, കാണിച്ചു കൊടുക്കും, ഇത് കാണിച്ചു കൊടുക്കും. അപ്പോൾ നല്ല രീതിയിൽ ഇത് എന്ത് ചെയ്യണം, അതുകൊണ്ട് വാഴ മെതുവായിട്ട് നമ്മൾ എന്ത് ചെയ്യും. അപ്പോൾ തൽക്കാലം എന്ത് ചെയ്യാം, നമ്മൾ നല്ലൊരു പാത്രം എടുത്തിട്ട് അടച്ചു കൊടുക്കുന്നു. ഓക്കെ, അത് ചെറിയ രീതിയിൽ ചെറിയ തീ ഇതാക്കിയിട്ട് ഇതാക്കുക. പിന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് നല്ല ഡൽഹി തക്കാളി, ഉള്ളി നമ്മളതിലിട്ടു, മല്ലിച്ചപ്പ്, ചിക്കൻ ഇവിടെ ഉണ്ട്, പിന്നെ ഓരോ പൊടികളുണ്ട്, മുളക്, ഇഞ്ചി, സാധനങ്ങൾ. ഓക്കെ, ഇത് നമ്മൾ അടിപൊളിയായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് നൈസായിട്ട് എന്ത് ചെയ്യും, കഴിക്കും. ഇപ്പോൾ വീഡിയോ ഇങ്ങനെ കാണിച്ചു കേട്ടോ, ഇങ്ങനെ കാണിച്ചു, നന്നായി കാണിച്ചു. ഇതിങ്ങനെ മുരിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്ന അറിയോ, നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്ത് ചെയ്യും, നമ്മൾ നൈസായിട്ട് ഇങ്ങനെ എടുക്കും. ഇത് ഇട്ടുകൊണ്ട് ഒന്നും പറയണ്ട, അപ്പം കാണിച്ചു കൊടുക്കും. ഇങ്ങനെ ഇട്ടു. തക്കാളി എന്ത് ചെയ്യും, തക്കാളി കുറച്ചായിട്ട് നമ്മളില്ല, ഇത് നല്ലോണം ഉണ്ടാക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കൻക്ക് ഇതിൽ കാണുന്നില്ല, അതായത് നമ്മൾ 1-2 ഗ്രാമ്പു ഉണ്ടോ, ഗ്രാമ്പു, അതുപോലെ തന്നെ ചെറിയ ചൂടുണ്ട്, ചെറിയ നല്ല സ്മെല്ല്, ചെറിയൊരു പട്ട, പിന്നെ ചെറിയൊരു ഏലക്കായ. നമ്മൾ എണ്ണ ആദ്യം അതിലേക്ക് പറഞ്ഞാൽ കാണിച്ചിട്ടുണ്ട്. എണ്ണ ആദ്യമൊക്കെ ഇതാക്കിയിട്ട് എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഒരു ഏലക്കായി, 2 ഗ്രാമ്പു, ചെറിയ പട്ട ഇടുക, നല്ലോണം ഇതാക്കണം. ചെറുതായിട്ട് ഇതാക്കിയിട്ട് എന്ത് ചെയ്യുക, ചിക്കനിൽ എന്ത് ചെയ്യുക, ചിക്കൻ ഉള്ളി വാടാൻ വേണ്ടിയിട്ട് ഇടുക. ഉള്ളി ഏകദേശം ഇങ്ങനെ വാടി വരുന്നുണ്ട്. ഇത് കാണിച്ചു കൊടുക്കുക, ഇതെന്നെ കണ്ടോ, ഇതിങ്ങനെ കാണിച്ചു കൊടുക്കുക. പ്രതീക്ഷ കാണിക്ക് പറയുക, ഇത് ചെയ്യുന്ന നല്ല രീതിയിൽ ഇതാവും. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടി ഇതാകാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് ചൂടുണ്ട്, നമുക്ക് നൈസായിട്ട് ഇതിൽ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഉപ്പ് കുറച്ചുകൂടെ ആവശ്യമുണ്ട്. ഉപ്പ് കുറച്ചുകൂടെ ഇട്ടിട്ട് നമ്മൾ ഒന്നുകൂടെ ആക്കും. ഉപ്പിടുമ്പോൾ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇതേപോലെ പെട്ടെന്ന് എന്ത് ചെയ്യുമ്പോൾ ആടും. വളരെ സിമ്പിളാണ്. ഇത് നമ്മളെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്, CSP ചിക്കൻ. അവിടെ ഇതിങ്ങനെ വാങ്ങി ശരിക്കും എന്ത് ചെയ്യും, നമ്മളിതിങ്ങനെ എടുത്തിട്ട് തക്കാളിൻ്റെ ഇഷ്ടം അറിയില്ല. തക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഐസക് ന്യൂട്ടന് എന്താക്കി, ആരതാലേക്ക് ആപ്പിൾ കഴിഞ്ഞാടി പറഞ്ഞ ന്യൂട്ടന്റെ അല്ലെങ്കിൽ എന്താ ഐസക് ന്യൂട്ടൻ പറയുന്നത്, ഗുരുത്വാകർഷണം എല്ലാതും താഴോട്ട് വീഴും. ഇത് മേലേക്ക് വീഴും. ഏത് തക്കാളിയോ, എങ്ങനെ അങ്ങനെ മാറിയാണ്. ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്യാം, പിന്നെ പറയാം. ഇതുണ്ട്, ഇത് നൈസായിട്ട് ഇങ്ങനെ വാടി ഇവിടെ വാടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒന്നിങ്ങനെ വെച്ചെടുക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൈ ഇപ്പം നമ്മൾ സേഫായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് കുറച്ചായിട്ട് ചൂടോട് ഇതിങ്ങനെ എടുക്കുമ്പോഴല്ലോ ആവി ഒന്നായിട്ട് കയറും, ഇങ്ങനെ പൊള്ളും, നല്ല വേദനയായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ആവി പുറത്ത് ഇതാക്കുക. ഇനി അതല്ലെങ്കിൽ നല്ല രീതിയിലൊരു തുണി എടുക്കുക. തുണി എടുത്തിട്ട് മെല്ലെ ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ തന്നെ ആവി വരുന്നുണ്ട്, ആവി ഇതിൽ തന്നെ നിൽക്കുക. നല്ലോണം പൊള്ളോ, ആവി ഇവിടെ ചൂടായി കൂടിയിട്ടുണ്ട്. നമ്മൾ വേറെ എന്താ ചെയ്യാല്ലേ, ഇതൊന്നും ആയി എന്താ ചെയ്യാനില്ല. രണ്ടാമത് വിശക്കൊരു സമയത്തല്ല, 3:48 ഇടോ, 3:48 ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. നമ്മൾ നൈസായിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യും, കുറച്ച് സ്വല്പം, പിന്നെ അളവ് ഞാൻ പറയില്ല, ഞാൻ അതിനനുസരിച്ച് നോക്കിയാൽ കേട്ടോ.
ശകലം മഞ്ഞപ്പൊടി. ഓക്കെ, കുറച്ച് ഒരനക്കം ഗരം മസാല, കുറച്ച് എന്ത് ചിക്കൻ മസാല. ഓക്കെ, ഒരനക്കം ചിക്കൻ മസാല. അത് കുറച്ചുള്ളൂ, ചിക്കൻ മസാല ഇട്ടു. സ്വല്പം എന്ത് ചെയ്യാം, ബ്ലാക്ക് പെപ്പർ. ഓക്കെ, ഇനി നമുക്ക് ഇടാനുള്ളത് മുളക് പൊടിയാണ്. മുളക് ഓൾറെഡി നമുക്ക് അവിടെ ഉണ്ട്. മുളക് കുറച്ചേ നമ്മൾ ഇടുന്നുള്ളൂ. 2.5 സ്പൂൺ മുളക്. അത് നല്ലോണം എന്ത് ചെയ്യാം, അത് ഇളക്കി കൊടുക്കുന്നു. നല്ല രീതിയിൽ ഇളക്കി കഴിഞ്ഞാൽ അതങ്ങോട്ട് ഇളകും. മനസ്സിലായോ? ഇപ്പം എന്ത് ചെയ്യും, ഇപ്പം നല്ല രീതിയിൽ ഇങ്ങനെ മിക്സായി വരാണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യും, അപ്പോഴും കീപ്പിംഗ് വേണ്ടി വാറണമെങ്കിൽ ഇത് അടച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴും നല്ലോണം. ഏകദേശം ഇങ്ങനെ പിടിക്കുക. കുറച്ച് ഉപ്പിൻ്റെയും കുറച്ച് ചിക്കൻ മസാല ഉണ്ട് ഇവിടെ ഉണ്ട് ഉണ്ടാവും. ആ, മല്ലിപ്പൊടി കുറച്ചുണ്ട്. ചിക്കൻ മസാല ഉണ്ടാവും. കണക്ക മല്ലിപ്പൊടി ഇടാൻ മറന്നിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടി ഇടും. എടുക്കെടുക്ക് പൊട്ടിക്ക്. 1 സ്പൂൺ മല്ലിപ്പൊടി. ഇത് നമ്മളെ ഷെഫ് ഷാമിൽ അരി ഇളക്കി കൊടുക്കട്ടോ. ചോറ് ഈ സൈഡ് ഇവിടെ മാത്രമാണ്. ചിക്കൻ മസാല കുറച്ച്. ഓക്കെ, ചോറല്ലെങ്കിൽ അടിപൊളി. ഇതിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം പാരുണ്ട്. ഓക്കെ, ഇതിനെ കാണിച്ചു. ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ അടി പിടിക്കാതെ ഇങ്ങനെ സൂപ്പറായിട്ട് എന്ത് ചെയ്യുക, ഇളക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് വീണ്ടും ഏകദേശം ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടാവുള്ളൂ. ആണോ? കണക്കം ഉപ്പിൻ്റെ കുറവുള്ളൂ. മുളക് കുറച്ച് കുറവാണ്. ഇപ്പം നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മുളക് നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. മുളക് നമ്മൾ എന്ത് ചെയ്യും, എടുക്കുക. എടുത്ത സാധനങ്ങളൊക്കെ എടുത്തോടെ വെക്കുക. എപ്പോഴും ഇമാര് പറയുന്നതാണ്. ഇത് നമ്മൾ എടുത്തു, ഇങ്ങനെ വെച്ചു. ഇത് നമുക്ക് ആവശ്യമില്ല, അവിടെ വെച്ചു. മുളക് ഇങ്ങനെ എടുക്കുക. മുളക് എടുത്തിട്ട് പെട്ടെന്ന് അറിയാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനെ പിടിച്ച് വെക്കുക. മുളക് കാണിച്ചു കൊടുക്കുക. മുളക് വെക്കണം കാണിച്ചു കൊടുക്കുക. ഇന്നല്ല കണ്ട് നല്ല നൈസായിട്ട് ഇങ്ങനെ പിടിച്ച് കൈമ എണ്ണ ഉണ്ട്, അതാണ് അങ്ങോട്ടോട്ടും പോയിരിക്കുന്നത്. നൈസായിട്ട് ഇങ്ങനെ ആയി കൊടുക്കാം. ഓക്കെ, മുളകാണ്. എത്ര കൈമൊക്കെ ആകാൻ സൂക്ഷിക്കാം. അത് കളറ് മാറി വന്നുണ്ടോ? പിന്നെ നൈസായിട്ട് നമ്മൾ ബാറ്റിൽ പൊട്ടൻക്ക് ഒറ്റ ടേക്കാട്ടോ. അത് റാൻഡ് കട്ടാണ്. അതിനപ്പുറത്തേക്ക് വേറെ എഡിറ്റിംഗ് ഒന്നുമില്ല. അതാണ് നാച്ചുറലാണ്. ആണോ? ഇതിന് ഇതാണ് ഒന്നാണ്. ഇത് കാണിച്ചോ. ആണോ? അത് സൂം ചെയ്തെടുക്കുക. ആണോ? ചിക്കൻ കൂടി ഇട്ട് കഴിഞ്ഞാണല്ലോ സൂപ്പർ. ഞാൻ ആദ്യം എന്ത് ചെയ്യും, ഈ മല്ലിച്ചപ്പ് ഉണ്ടല്ലോ, മല്ലിച്ചപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് കുറച്ചവിടെ വെക്കും. ബാക്കി നമ്മളിങ്ങനെ ഇത് കരിയണൊക്കെ കാണിച്ചു കൊടുക്കും. അത് പ്രോ ടെസ്റ്റിൻ്റെ കൂടെ അത് മാറ്റില്ലെങ്കിൽ തല പോകും. കുറച്ചിട്ട് കൊടുക്കും. കുറച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലോണം ഇളക്കി അത് സൂം ചെയ്ത് കാണിച്ചില്ല. അങ്ങനെ വരണം. ചിക്കൻ നമ്മൾ നല്ലോണം കഴുകിയും ചിക്കൻ അടിപൊളി കഴുകി. ഇനി മെല്ലെ ഞാൻ ചിക്കൻ ഇങ്ങനെ ഓക്കെ, ചിക്കൻ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട്
കൊടുക്കുന്നുണ്ട്. ഒരു ആൺകുട്ടികൾ കിച്ചണിൽ കയറുന്ന പരിപാടിയാണ്. എങ്ങനെയാണോ ഓരോ സാധനം അപ്പം ഇങ്ങനെ കഴിയും. ആ ആൺകുട്ടികൾ കിച്ചണിൽ കയറുന്ന പറഞ്ഞോ ഇളക്കി കൊടുക്കണ്ട അടിപൊളി. അത് ഇതി പോകും, അതാ വൈകോട്ടെ, അത് പ്രശ്നമില്ല. ചോറ് വേണ്ട നമ്മളെന്ത് ചെയ്യും ഇങ്ങനെ വന്നു. ഓക്കെ ചോറുണ്ട്. നമ്മൾ നൈസായിട്ട് ഇതിങ്ങനെ ഇത് ചെയ്യണമെന്നല്ലോ. ഞാൻ കൊണ്ട് ഇഞ്ചി തക്കാളി മുളക് എല്ലാത്തിനും മിശ്രിതത്തിൽ വന്നു. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ ചിക്കൻ കറി ആയിരിക്കും. ഓക്കെ സെറ്റാണ്. ഇപ്പോൾ വേണ്ടത് നമുക്ക് ജമ്മാന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ചെക്കന്മാരുണ്ട്. ഇത് ഗരം മസാല അല്ലേ? ഗരം മസാല. ഗരം മസാല പിന്നെ കുറച്ച് ഓൾറെഡി നമ്മൾ ഇഞ്ചി കഴിച്ച വെള്ളമുണ്ട്, ആ വെള്ളം കുറച്ച് പാടും. ഓക്കെ വേറെ വെള്ളമൊന്നും ഇതിൽ യൂസ് ചെയ്യണ്ട. വെള്ളം പറഞ്ഞു കഴിഞ്ഞാൽ തരാം. ചിക്കൻ ഇങ്ങനെ ചിക്കൻ ഒരു ഭാഗത്തും മസാല വേറെ ആവും. അത് നമ്മൾ ഇങ്ങനെ ഇതാക്കുക. ഓക്കെ ചിക്കൻ കറി ഇനി എന്ത് ചെയ്യുക, നമ്മൾ നൈസായിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് ചെറിയൊരു ലോ ഫ്ലെയിം ആക്കുക. തീ കുറച്ചു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു അടപ്പെടുത്ത നൈസായിട്ട് വെച്ചു. ഇനി ഇടയ്ക്കിടയ്ക്ക് വന്നാണ്ട് പുട്ടിന് തേങ്ങണവർ ഇങ്ങനെ നോക്കാൻ പാടില്ല, എപ്പോഴും ഇങ്ങനെ നോക്കാൻ പാടില്ല. അപ്പം ഇങ്ങനെ പോകും. ഇപ്പോൾ 3:55. ഓക്കെ ഇതൊരു 4:20 വരെ അത് മെല്ലെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബന്ധുവിലേക്ക് നമ്മൾ എന്ത് ചെയ്യും ഒന്നുകൂടെ വേവിച്ചു. ഇതൊക്കെ കിട്ടിയ സ്ഥലത്ത് ഇതേപോലെ ഇങ്ങനെ വെക്കുക. ഗരം മസാല, ഓക്കെ മുളകും പൊടി, പല്ലത് ഇത് വരും. മുളകും പൊടി വെച്ചു. ഓക്കെ മുളകും പൊടി ഇനി നമ്മളൊരു ടേസ്റ്റിന് വേണ്ടി എന്താ ചെയ്യുക, നമ്മൾ ചെറിയ പൊട്ട് പട്ട വെക്കും. ഇത് നമ്മളെ മാത്രം ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നല്ല കിട്ടുന്ന ഇത് ഇട്ടോ കൂടി പട്ട എന്ത് ചെയ്യും നമ്മളതിലേക്ക് ഇട്ടു. എന്നിട്ട് അതിട്ടിട്ട് പട്ട നല്ലോണം കുത്തിച്ചമർത്തി അങ്ങനെ കുറച്ച് വെള്ളം എടുക്കുക. അത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇറക്കും. ഓക്കെ പട്ടൻ്റെ സാധനം വന്നു. നേരത്തെ പറഞ്ഞാൽ ആണോ നല്ല ചൂടുണ്ട്. ഇങ്ങനെ വെച്ചു നല്ലത് ഇങ്ങനെ പാടി പക്ക ഒരു ഫ്ലേവർ നല്ല കിട്ടിലും കളറും വന്നിട്ടുണ്ട്. അങ്ങനെ ആയിക്കോട്ടെ പോയി കുറച്ച് കൂട്ടാം, കുറച്ച് കൂട്ടാം. അവര് ഓഫ്ലൈനിലാണ്. ഇനി അധികം വർത്താനം പറഞ്ഞാൽ എന്ത് ചെയ്യും, അരി വെള്ളം ഒഴിച്ചോ? അരി വെള്ളം അരിയുടെ എവിടെ കുറച്ച് വെള്ളം ഒഴിച്ചോ? അരി കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ടല്ലോ. അരി വെള്ളം ഒഴിക്കണം. അരി ഞാൻ വെച്ചത് അത് മറന്നിട്ടുണ്ട്. അരി വെന്തിക്കണ നോക്കി എങ്ങനെ അറിയും? എല്ലാം എപ്പോഴും കഴുകി എടുക്കുക, അല്ലെങ്കിൽ നല്ല അരി പിടിച്ചിട്ടില്ല. അരി ചോറായിട്ടുണ്ട്. ഒന്നുകൂടെ അനക്കുമണി പറഞ്ഞത് എന്നിട്ട് കൂട്ടാം. അപ്പം എന്ത് ചെയ്യുക, കുറച്ചുകൂടി വെള്ളം എടുക്കുക. പിന്നെ ഡൽഹിയിലെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലത്തെ പോലെ അതേപോലെ തന്നെ വെള്ളം. സൗദി അറേബ്യയിൽ പ്രവാസികൾ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ പ്രവാസികൾ എന്താണ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇവിടെ ഇന്ത്യൻ്റെ മാപ്പ് എടുത്തിട്ടു തല മുട്ടി. സത്യം പറഞ്ഞത് സത്യത്തില് ഇതൊക്കെ ലൈഫാണ്. വീഡിയോയിൽ ഇങ്ങനെ കാണും ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഇങ്ങനെ അതൊന്നല്ല ലൈഫ്. ചിക്കൻ കറി ആവാനായിട്ട് കാരണം ഇപ്പോൾ പ്ലാൻ തുടങ്ങിയപ്പോഴോ 3 മണിക്കാണ് 58 മിനിറ്റ് കൊണ്ട് നമ്മൾ ചിക്കൻ കൊണ്ടുവന്ന് ഇതൊക്കെ സെറ്റാക്കി.
ചോറ് ഉണ്ട്, ഇന്നത്തെ ചോറ് കുറച്ചുണ്ട്. ഇത് ചെറിയ ഇതുണ്ട്, നമ്മൾ കഴിക്കാം, നമ്മൾ കഴിക്കാം അല്ലേ? അത് കഴിക്കാം. പിന്നെ നമ്മൾ പപ്പടം പൊരിച്ച് വെച്ചിട്ടുണ്ട്. പപ്പടം കുറച്ചുകൂടി പൊരിക്കാം. പപ്പടം പൊരിക്കും. ഓക്കെ, ഒരാളോ നാലോ ഒന്നാണ് മിഷൽക്ക ഒരു പേര് നമ്മൾ ആരും വാങ്ങാം. കണ്ണാടി പോയി കിച്ചൺ കിട്ടൂലല്ലേ? ലക്ഷങ്ങൾ ആൾക്കാർ കാണാം. എത്ര ഫോളോവേഴ്സ് ആയിട്ടാ? ഒന്നുകൂടി വാ, ഒരു ടേക്കില് ഒരുങ്ങി വാ, ഒന്നും പാടെ ഡയലോഗ് അടിച്ചു വാ. അപ്പോ നമ്മളെ ചോറ് വീഡിയോക്ക് അത് ഇനിയിപ്പോ നമ്മള് ആയി ഇവിടെ ഉണ്ട് ഒക്കെ സെറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം ശ്രദ്ധിക്കുന്നത് കാണിച്ചു. നല്ല രീതിയിൽ വെള്ളം ഞാൻ ഒരിട്ട് വെച്ചിട്ടില്ല. അത് കുറച്ച് 1/2 ഗ്ലാസ് വെള്ളം, അത് നമ്മൾ ആ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കലില്ല. ലിവറൊക്കെ ഇങ്ങനെ പൊന്തി കിടക്കുന്നുണ്ട്. നമ്മളിതിങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ, അതായത് ചിക്കനിൻ്റെ ടേസ്റ്റ് എപ്പോഴും അറിയാവും. ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ എടുത്ത് കഴിക്കുള്ളൂ. നമ്മൾ തൊടാൻ പാടില്ല. കഴിഞ്ഞിട്ട് ഒരു 80% ചൂടാറിയിട്ട് പിന്നെ ഞാൻ അടുത്ത തവണ എന്താ ഇതൊക്കെ നമ്മളിങ്ങനെ പാത്രം കഴിക്കുക. അത് കാണിച്ചു കൊടുക്കാം. പാത്രം ഞാൻ കാണിച്ചു കൊടുക്കും. പാത്രം ഇങ്ങനെ എടുക്കുക. പെൺകുട്ടികൾ ഇങ്ങനെ ഫുള്ളിതാക്കുക. ഇതൊക്കെ ഇങ്ങനെ ചോദിക്കും. ഹോട്ടൽ പണി എങ്ങനെ പണ്ടുണ്ട്. ഹോട്ടൽ പണി ഇങ്ങനെ എല്ലാം എടുക്കണം. അതിൽ നമ്മൾ എത്തിപ്പെടാത്ത മേഖല ഉണ്ടാകുന്നത്. ഞാൻ ഹോട്ടലായിരുന്നു. വെറുതല്ല, നാട്ടിൽ നിന്ന് ഷെഫിനെ ഇറക്കിയാണ് ഇവിടെ ഏതൊരു PG ക്ക് പോകുന്ന ഇവിടെ ചെക്കന്മാർക്ക് ഫുഡ് ഉണ്ടായി ഇവിടെ ഇത് രാത്തല്ലേ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ഇതൊക്കെ വൃത്തിക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ചെയ്യുക. ഇത് എടുക്കുന്ന സമയത്ത് കഴുകി വിചാരിച്ചിട്ട് ഇതൊക്കെ സീരിയസ് ആയിട്ട് പറയുന്നത്. കാരണം എലി സാധനങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അത് ഫുള്ള് വൃത്തിക്ക് നമ്മൾ സെറ്റ് ചെയ്യണം. ഓക്കെ, ചോറെന്താ പാട്? ചോറായിട്ടില്ല, അത് വെള്ളം വറ്റുമ്പോഴും അരി കുടിച്ചു. അതിനനുസരിച്ച് നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളും കഴിച്ചുകൊണ്ട് തക്കുമറി ഇങ്ങനെ വിമ്മിട്ട് കഴിക്കുമ്പോഴേ പുതിയ സ്റ്റഡിയാണ് നിങ്ങൾ വായിക്കണം. നല്ലത് ഏറ്റവും കൂടുതൽ കിഡ്നി സ്റ്റോൺ വരാനുള്ള സാധ്യതകളിലൊന്ന് നമ്മൾ ഇത്തരത്തിലുള്ള സോപ്പ് ഓറിയൻറ്റഡ് സാധനങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള വാഷിംഗ് ആണ്. കാരണം അത് പെർഫെക്റ്റ്ലി 100% പോകുന്നില്ല. അപ്പോൾ എപ്പോഴും ഉമ്മമാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കാം. നല്ല കഴുകിയിട്ട് എന്ത് ചെയ്യാം, പരിപാടി സെറ്റ് ചെയ്യാം. അതിൽ ഇന്നത് കഴുകിയാൽ നാളെ കിഡ്നിസ്മോട് വരുന്നല്ല. അത് ഗ്രാജുവലി വരാനുള്ള ചാൻസ് ഹൈയാണ്. ഞാൻ പറഞ്ഞല്ല, റിപ്പോർട്ടുകൾ വന്നാണ്. ഓക്കെ, അപ്പോൾ ഇനി ഏകദേശം നമുക്ക് പറയണ്ട് കഴുകി തീരുവോ? പുതിയ ടോപ്പിക് ചിക്കനും അത് അടുത്ത ആള് വന്നു. ടോപ്പിക് എത്തി. ഫാമിലി എങ്ങനെ പോണു? എങ്ങനെ പോണു ഡൽഹി ലൈഫ്? സംസാരിക്കും. ഇവിടുത്തെ അവസ്ഥകൾ പറയാം. ഇവിടുത്തെ ലൈഫും കാര്യങ്ങളും ഡൽഹിത്തെ. കഴിഞ്ഞ 2 സെമ്മൊന്നും വിലയിരുത്തിയാൽ മതി. ചോറും ചിക്കൻ കറിയും ഞാൻ നേരത്തെ പറഞ്ഞ
ആവി വരവ് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ എടുക്കുക. അപ്പം നമ്മൾ അടുപ്പൊന്നും മാറ്റി അപ്പോൾ ഇതാക്കി നമുക്കിനി ട്രാൻസ്പെറൻറ്റ് കാണണം. പാത്രം പോലെ ഏകദേശം കഴിഞ്ഞു. ഏഹ് ബാക്കി പിന്നെ കേൾക്കാം. അപ്പം നമ്മൾ ഇതായിട്ട് കാണുന്നത് ഈ കത്തി അത് നല്ല രീതിയിൽ വാടാൻ വേണ്ടി വെച്ചിട്ടോ നൈസായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇവിടെ വെക്കുക. ഇത് ഓൾറെഡി ഉള്ള ഇതിൽ മാറ്റുക. എന്നിട്ട് നല്ല ചൂടുണ്ട്. ഈ അരി കളയാൻ പാടില്ല, സുന്നത്താണ്. ചൂടാൻ സഹിക്കാനും പാടില്ല. അങ്ങനെ നല്ല രീതിയിൽ നട്ടു. ഏകദേശം ഇങ്ങനെ വറ്റി. നമ്മൾ ചോറ് നല്ല ഇങ്ങനെ നടും. റെഡി പോയിട്ടില്ല. സെറ്റാണ്. ഈ സൈഡ് ഇങ്ങനെ വെച്ചു. ഇതൊന്ന് തണുക്കണം. ഇനി ചിക്കൻ എല്ലാം കണ്ട് കേട്ടോ. അല്ലേ അതായത് ഇവിടെ ആയോ നോക്കിങ്ങനെ എടുക്കുക. ഒരു പീസ് എടുക്കുക. പീസ് വരാം. ഉണ്ടോ പോയിട്ട് ഇങ്ങനെ ആവാണ്ട് എന്ത് ചെയ്യാം, ചെറിയ രീതിയിലൊന്ന് സിമ്മാക്കുക. ആദ്യം കിടന്നത് ഇങ്ങനെ വേണം. ഇങ്ങനെ നോക്കിയാൽ എക്സ്പ്രഷൻ നല്ല സെറ്റായി. നമ്മൾ കുറച്ച് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിത് നൈസായിട്ട് ആവിയുണ്ട്. ആവി നൈസായിട്ട് ഇങ്ങനെ ഇടാം. നൈസായിട്ട് ഇങ്ങനെ ഇടുന്നു. ചെറിയ രീതിയിൽ ഇങ്ങനെ ആക്കി കൊടുക്കാം. നടക്കുന്നു കുറച്ചായിട്ട്. നമ്മളെ പാത്രങ്ങളൊക്കെ ക്ലീനാണ്. പാത്രങ്ങളൊക്കെ വെക്കണം. പാത്രം കഴി കഴിഞ്ഞു. ഒരിടം കഴിഞ്ഞു. പാത്രത്തിന് പോകട്ടെ. ഇതേ ക്യാമറമാനാണ്. പാത്രം കഴിഞ്ഞെന്ന് പറഞ്ഞു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി കാഴ്ചകളാണ് എടുത്തത്. ഇഞ്ചി എന്ത് ചെയ്യാം, നൈസായിട്ട് പിടിക്കുന്നു. ചെറിയ രീതിയിൽ ഇഞ്ചി ഇങ്ങനെ പിടിച്ച് പിന്നെ ഇഞ്ചിൻ്റെ ഈ സത്തുണ്ടല്ലോ, സത്താണ് വേണമെങ്കിൽ കുറച്ച് അധികമൊന്നുമില്ല. ഇങ്ങനെ സത്തൊക്കെ മതി, കുറച്ചോ. ഇല്ല ആവാണ്ട് 4:27 ആയിരുന്നു. ക്യാമറമാൻ നല്ല ചിക്കൻ കറിയും ചോറും പപ്പടവും. അപ്പോൾ
നിങ്ങളിങ്ങനെ വിചാരിക്കണ്ടാവും ഇവനോട് അതൊക്കെ പഠിച്ചത് കുറച്ചൊക്കെ ഒരു താവജി അറിയില്ല വാപ്പാൻ്റെ ഇമ്മാൻ്റെയൊക്കെ ഒരു എൻ്റെ വാപ്പ കണ്ടാരിയാണ് കല്യാണത്തിനൊക്കെ ചോറത്തിന് ആയിരുന്നു ഇപ്പം അങ്ങനെ നോക്കലൊന്നുമില്ല വഴി തന്നെയാണ് നമ്മൾ ബാക്കിയുള്ളവർ പറഞ്ഞ ഭയങ്കര സംഭവമാണ് ഇന്ന് കുഴപ്പമില്ല എന്നാൽ ആവറേജ് ഉള്ളൂ നമ്മളൊന്നും ഉണ്ടാക്കാൻ പോലെ ഒന്നിൻ്റെ സെറ്റ് ഒന്നുമില്ല പക്ഷെ കുഴപ്പമില്ല അപ്പോൾ നല്ല വിശക്കുണ്ട് ഇനി ഇങ്ങനെ ലൈറ്റ് ഇത് ഓഫാക്കും കുറച്ച് ചിക്കൻ നമ്മൾ മാറ്റി വെക്കും അതായത് നമുക്കിന്ന് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം രാത്രി നമുക്ക് ഇവിടുന്ന് പോകണം അപ്പോൾ കുറച്ച് ചിക്കൻ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് രാത്രി നമ്മൾ കടകളിൽ നിന്ന് റൊട്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ കഴിക്കുക നല്ല ചൂടുണ്ടെണ്ണ കുറച്ച് കറി ബാക്കി നമ്മളിപ്പോൾ ഇങ്ങനെ ഫുള്ള് തീർക്കും നമ്മൾ രാത്രി നമ്മൾ അവിടെ പോകുമ്പോൾ ഇന്ന് രാത്രി നമ്മൾ ആഗ്രഹം പോകും നാളെ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം നാളെ സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് നൈറ്റ് സ്റ്റാർട്ട് ചെയ്യും ഇതിങ്ങനെ നമ്മൾ പണ്ട് അട്ടിപാത്രത്തിൽ എടുത്തൂലെ അവിടെ വെട്ടിപ്പാത്രം എന്ന് പറയാം ഓക്കെ കുറച്ച് വീഡിയോ എടുക്കണ്ടെന്ന് ഫ്രീയാ ഓ നല്ല ചോറുണ്ട് ഇതിങ്ങനെ കൊണ്ടുവച്ച് വരാം ഇത് നമ്മൾ ചോറ് കഴിക്കുമ്പോൾ നമ്മളിങ്ങനെ ഫുഡ് ടോട്ടല് നമ്മളെ 6 ആളുകൾ 6 ആള് 4 ആള് ആറാക്കള് ചോറ് ഇങ്ങനെ തൂവണ്ട ചോറാണ് കുറച്ച് അങ്ങനെ വിളമ്പും അങ്ങനെ കുറച്ച് ചോറുള്ളൂ ആക്കിവ ഒരു സ്മൈലിട്ടാ ഒടുവിൽ ആക്കിയപ്പം ഓടി വന്നു ഷോട്ടുകളെ അത് മാറ്റുണ്ട് ഒറ്റുണ്ട് അത് കടന്നോട്ടെ ഞാൻ സെറ്റ് ചെയ്തോളാം അതുകൊണ്ടേക്കോ ആ അതുകൊണ്ട് മൂന്നെണ്ണായിട്ടുള്ളൂ ഇല്ലേ 5 എണ്ണയില്ലേ 6 എണ്ണയില്ലേ ആ കൊണ്ടായിട്ട് പോകണല്ലോ അറിയാം വലിയ പപ്പടം പോയിക്കാണ് കൊണ്ടിയാ ചെയ്തിട്ട് ഇങ്ങനെ ഹാഫ് കീറും പൊരിക്കണം നമുക്ക് ചെറിയ അടുപ്പാണ് അതെ അത് വേറെ പൊരിച്ച് നമ്മൾ നേക്കിന് ചെറിയ എടുക്കും ആദ്യം നമ്മൾ ചെറിയ പട്ടത്തിന് പൊട്ടില്ല ചൂടായിക്കണം നോക്കാം ചൂടായിട്ടില്ല അച്ചാറൊക്കെ എടുത്തോ എന്ത് ചെയ്യും ഇത് ചെറിയ സംഭവമാണ് കണ്ടോ കാണിച്ചു കൊടുക്കും ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്താണ് എവിടുന്നോ അഫ്ഗാനിസ്ഥാൻ ചൂടായി കണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടെ ചെറിയ പൊട്ടിട്ടുള്ളൂ ചൂടായി അപ്പോൾ നൈസായിട്ട് നമ്മൾ ഇങ്ങനെ ഇടും ഓരോ പപ്പടം ഇങ്ങനെ പൊരിഞ്ഞിങ്ങനെ നമ്മൾ പപ്പടം ഇങ്ങനെ എന്ത് ചെയ്യാം ഇങ്ങനെ പിടിക്കുന്നു ഇങ്ങനെ മേക്കിൽ എവിടെ നിന്ന് കൊണ്ടുവരും ഇങ്ങനെ ഇടും
2 വാടേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർ 2 വാടും, നമ്മളൊരു വാടുള്ളൂ. ഓക്കെ, ഇങ്ങനെ പപ്പടം പൊരിക്കുന്നു. ഇങ്ങനെ ഓരോ ടൈമിൽ ഓരോന്ന് പൊരിക്കുന്നു, കയറ്റുന്നു. തീ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ വലിയ അപകടത്തിന് ഒഴിവാകും. ഒരു ഗ്യാസ് പൊട്ടി കണ്ടൊക്കെ പറയില്ല, ഒന്നും സംഭവിക്കില്ല. ഇന്ന മഴ ശരി ഇസ്രാന്ന് പറഞ്ഞു. അല്ല പറഞ്ഞത് ഖുർആനിൽ എന്താ പറയുന്നല്ലോ, every hardship يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي ഏതൊരു ആത്മാവും മരണം രചിക്കുന്നതാണ്. നമ്മൾ പത്രം കണ്ടോ? ഇത് പറഞ്ഞതിനാണ് പേടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ജനിച്ചിക്കണമെങ്കിൽ നമ്മൾ മരണത്തേക്കുള്ള യാത്രയിലാണ് എല്ലാവരും അല്ലേ? അങ്ങനെയാണ്. പപ്പടം പൊരിച്ചപ്പോ നല്ല ഇതൊക്കെ ഇപ്പൊ കിട്ടണ അറിയാമോ? നല്ല തണുപ്പ് വിന്ററിൽ കിട്ടുന്നല്ലോ ഇവിടെ. എപ്പോ കിട്ടുന്നോ? കിട്ടീന് സെക്കൻഡ് ഇയർ ആയോ? വിന്ററിൽ ഇവിടെ നിൽക്കണം. ഡൽഹി നോർത്തിൽ വിന്ററിലാണ് വരുന്നത്. വിന്ററിൽ വന്നു വേറെ വൈകിട്ടാണ് എണ്ണ കഴിഞ്ഞല്ലോ. കുറച്ച് എണ്ണ മതി. കുറച്ച് എണ്ണ വയ്ക്കുമ്പോൾ ഇത് വെള്ളം ഉണ്ടാകാൻ പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ ചെണ്ണയാണ്. നമ്മളെ ചിക്കൻ കറിയായി, നമ്മളെ പപ്പടായി. പപ്പടമുണ്ടോ? ചോറൊക്കെ നിങ്ങൾ മുന്നേറുന്ന പോലെ റൈറ്റ് ഹാളില് അങ്ങനെ മനസ്സിലായി. എടാ അത് കിട്ടാൻ വേണ്ടിട്ട് പാത്രം തന്നു. നൈസായിട്ട് ഞാൻ സെറ്റല്ലേ? എന്നിട്ട് പറയുന്നത് വേണ്ട. ഓനോടി ഷാഹിദ കണ്ടിട്ട് പീസ് കറക്റ്റാണ്. അതിൻ്റെതായ തനത് രീതിയിലേ ഒരു നിലവാരം കേട്ടോ. അത് നമ്മൾ ഓരോ പപ്പടം ഓരോരുത്തർക്ക് ഓരോ വെച്ച് പപ്പടം എടുക്കണം. 2 പപ്പടം എടുത്തിട്ട് നമ്മളിങ്ങനെ എല്ലാവരും വാ. അതിശ സ്പൂണോടെ അച്ചാറിനാണ്. അച്ചാറിലൂടെ എന്താ സാറാ? അത് എന്താണ് മിക്സ് ഫ്രൂട്ടോ? ടേസ്റ്റ് നോക്കി നമ്മൾ ഇരുന്നവിടെ ഇതിനകത്ത്
നല്ല നല്ല പീസ് ഇരിക്കളാ ചിക്കൻ്റെ ഒക്കെ എടുത്തിട്ട് കാണിച്ചു തുടങ്ങി. വിശാല എന്താ അഭിപ്രായം? എന്താ അഭിപ്രായം? ഏത് കത്തി വിശാല ഇപ്പൊ നാട്ടിൽ നിന്ന് വന്നാണ്. സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. ഡൽഹിയിലൊക്കെ ഇങ്ങനെ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ 2018 ആദ്യമായിട്ട് ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ പഞ്ചാബിൽ വരുന്നത്. അതായത് നമ്മളിങ്ങനെ നോമ്പൊക്കെ എൻ്റെ ഏതെങ്കിലും സുഹൃത്തുക്കൾ കാണുന്നവർക്ക് അറിയുണ്ടാവും. റമദാനിലൊക്കെ നമ്മളിങ്ങനെ ഇരിക്കും. അത് 47 ഡിഗ്രി ചൂട് 2018 അന്ന് മലയാളി സുഹൃത്തുക്കളോടല്ല. ഇതെന്ത് ചെയ്യും? സോയാബീനൊക്കെ മുന്നിലുണ്ടാവും. സോയാബീൻ ഇങ്ങനെ കഴിക്കും. ബീഫാണ് ആലോചിച്ചുകൊണ്ട് ഓരോ വ്യാഴാഴ്ചയൊക്കെ ഡൽഹിക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകും. കയ്യിൽ പൈസ ഉണ്ടാവില്ല, വിദ്യാർത്ഥിയാണല്ലോ. അങ്ങനെയൊക്കെ ഇതിലാണ് ആലോചിക്കുമ്പോൾ രസമുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.